Let's turn to the word of God this morning. ഇന്ന് പകൽക്കാലം തിരുവചനത്തിലേക്ക് തിരിഞ്ഞാട്ടെ. Last Sunday we are once again confirmed from the servant of God that we have to study the epistles to have a practical Christian life in this world. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം, പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കേണ്ടതിന് ലേഖനങ്ങളുടെ അനിവാര്യത, ലേഖനങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് കഴിഞ്ഞയാഴ്ച ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ നമ്മളോട് സംസാരിച്ചു. So we will be continue to meditating from the epistles to know how to live in this world. അതുകൊണ്ട് തന്നെ ലേഖനങ്ങളെ ആസ്പദമാക്കി എങ്ങനെ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രയോജനകരമായ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കണമെന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കുവാൻ ആരംഭിക്കുകയാണ്. And we started from the book of Romans chapter 12 verse 1 and 2. അതിനുപോൽഫലകമായി നാം ആരംഭിച്ചത് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതലാണല്ലോ. And let's read that scripture once again and refresh our mind to learn how as a Christian we have to live in this world. ഒരിക്കൽ കൂടി നമുക്ക് ആ വേദവാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് നമ്മെ തന്നെ ഒരു പുതുക്കം പ്രാപിക്കാം. Therefore I urge you, brothers, in the view of God's mercy, to offer your bodies as a living sacrifices, holy and pleasing to God. This is your spiritual act of worship. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. We learned a few things just 2 weeks ago. 2 ആഴ്ചകൾക്ക് മുൻപായി ഈ തിരുവെഴുത്തിൽ നിന്നുകൊണ്ട് നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. Worship is an inevitable element in every faith and every religion. എല്ലാ മതത്തിലും എല്ലാ വിശ്വാസ സംഹിതകളിലും ഒഴിവാക്കപ്പെടുവാൻ പറ്റാത്ത ഒന്നാണ് ആരാധന എന്നുള്ളത്. Why worship is so important? എന്തുകൊണ്ടാണ് ആരാധന അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്? Worship is an expression of your gratitude and your honor to the living God, to God. ദൈവത്തോടുള്ള നിങ്ങളുടെ നന്ദിയെയും നിങ്ങളുടെ ആദരവിനെയും പ്രകടിപ്പിക്കുന്ന പ്രകടമായ ഒന്നാണ് ആരാധന എന്നുള്ളത്. Worship is not something to do with religion. കേവലം മതപരമായി ചെയ്യേണ്ടുന്ന ഒന്നല്ല ആരാധന എന്നുള്ളത്. It is an expression of your relationship with God, how you honor God. ദൈവവുമായുള്ള നിങ്ങളുടെ ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രകടനമാണ് ആരാധന എന്നുള്ളത്. എങ്ങനെ നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ബഹിർസ്ഫുരണമാണ് ആരാധന. Worship is also related with your faith. നിശ്ചയമായും ആരാധന എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസവുമായി ഇടചേർന്ന് പോകുന്ന ഒന്നാണ്. Worship and faith are much connected. ആരാധനയും വിശ്വാസവും അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. In worship your faith is expressed. ആരാധനയിൽ നിങ്ങളുടെ വിശ്വാസം എന്തോ അത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. And sacrifice is an inevitable part in worship. അതുകൊണ്ട് തന്നെ ആരാധനയിൽ ഒഴിവാക്കപ്പെടുവാൻ പറ്റാത്ത ഒന്നാണ് യാഗം എന്ന് പറയുന്നത്. In every religion, whether it is a Christianity or any other religion, if the worship is connected with sacrifice. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ മാർഗമായിക്കൊള്ളട്ടെ, ഏത് മതവിഭാഗങ്ങളായിക്കൊള്ളട്ടെ, ആരാധനയിൽ യാഗവുമായി അഭേദ്യമായ ഒരു ബന്ധം അതിനുണ്ട്. Sacrifice is a part of worship. അതുകൊണ്ട് തന്നെ യാഗമർപ്പിക്കുക എന്നുള്ളത് ആരാധനയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. In the Old Testament, when the Jews wanted to worship God, they always brought something to offer to God or sacrifice to God. പഴയ ഉടമ്പടി കാലഘട്ടത്തിൽ യഹൂദൻ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ അവർ ദൈവത്തിന് അർപ്പിക്കുവാനായി ചില യാഗങ്ങൾ നടത്തുമായിരുന്നു, ദൈവത്തിന് നിവേദിക്കുവാനായി ചിലത് കൊണ്ടുവരുമായിരുന്നു. Even in the Gentile worship, you can see people bring offerings to offer or sacrifice before the Lord. എന്തിനധികം ജാതീയമായ ആരാധനകളിലും ഇന്നും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, അവർ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ദൈവത്തിന് നിവേദിക്കുവാനായി ചിലതെല്ലാം അവർ കരുതി കൊണ്ടുവരും. That's what I said. Sacrifice is an inevitable part of worship. അതുകൊണ്ടാണ് ഞാൻ മുന്നമേ പറഞ്ഞത്, ആരാധനയിൽ യാഗത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്നാകുന്നു. Listen to me very carefully. ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. Worship is an inevitable part of your faith.
ആരാധന എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. And now sacrifice is an inevitable part of your worship. അതുപോലെ തന്നെ യാഗം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ആരാധനയിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാകുന്നു. How is Christian worship different from other worships or Judaistic worship? വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ആരാധന മറ്റു മതങ്ങളുടെ ആരാധനയിൽ നിന്നും യഹൂദ ആരാധനയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? What is the object of sacrifice as a Christian we bring into the presence of God? ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നാം ദൈവത്തിന് സമർപ്പിക്കുന്ന വസ്തു എന്താകുന്നു? What is the sacrificial offering as a child of God we bring to the presence of God? ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നാം ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗവസ്തു എന്താകുന്നു? Apostle Paul very clearly says in Romans chapter 12 verse 1, dear brother, by the mercies of God I beseech you, offer your bodies as a living sacrifice unto God. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ആരാധനയെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. In Christian worship, the object of sacrifice is not an animal, is not our money, is not the first fruits, it is our own body. പ്രിയ സഭയെ, ക്രിസ്തീയ ആരാധനയിൽ നാം ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗവസ്തു എന്ന് പറയുന്നത് കേവലം മൃഗങ്ങളല്ല, സമ്പത്തല്ല, ആദ്യഫലമല്ല, മറിച്ച് നമ്മെ തന്നെയാണ് നാം ദൈവത്തിന് സമർപ്പിക്കുന്നത്. In the Old Testament time, when people came to worship God, you can see around the temple or the house of God, there are animals there are money places where they can put the money or bring their first fruits and so many other things. പഴയ ഉടമ്പടി കാലഘട്ടത്തിൽ ജനം ദൈവത്തെ ആരാധിക്കുവാനായി ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആലയത്തിന് ചുറ്റും മൃഗങ്ങളുടെ ഒരു വലിയ നിര കാണാമായിരുന്നു. പൈസ നിക്ഷേപിക്കുവാനുള്ള ഭണ്ഡാരങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഫലം സമർപ്പിക്കുവാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. But in the New Testament worship, it is entirely different. പക്ഷേ പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ദൈവത്തോടുള്ള ആരാധന എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിന്നും തുലോം വ്യത്യസ്തമായ ഒന്നാകുന്നു. Each and every person bring his own body as to be sacrificed in the presence of God. തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന് സമർപ്പിക്കുവാനായി ദൈവത്തിന് യാഗമായി കൊണ്ടുവരുന്നത് മറ്റു വസ്തുക്കളെയല്ല, തങ്ങളെ തന്നെയാണ്. God is not interested in your money, in your first fruits, in your animals. God is interested in you. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ദൈവം നിന്റെ സമ്പത്തിലല്ല, ദൈവം നീ കൊണ്ടുവരുന്ന മൃഗങ്ങളിൽ മേലല്ല, ദൈവം നീ കൊണ്ടുവരുന്ന ആദ്യഫലത്തിന്മേലല്ല പ്രസാദിക്കുന്നത്, മറിച്ച് നിന്നിലാണ് ദൈവം പ്രസാദിക്കുന്നത്. So in Christian worship, the object of sacrifice is our own body. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ആരാധനയിലെ യാഗവസ്തു എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ്. So Paul goes a little bit further over and says how should be this body before you offer it a sacrifice. അവിടെ കൊണ്ട് നിർത്താതെ അപ്പോസ്തലനായ പൗലോസ് ഈ ആരാധനയുടെ ആഴങ്ങളിലേക്ക് കടന്നുകൊണ്ട് പറയുകയാണ്, എങ്ങനെയായിരിക്കണം ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗവസ്തുവായ നമ്മുടെ ശരീരമായിരിക്കേണ്ടത്. What type of body it should be? ദൈവത്തിന് സമർപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് പൗലോസ് പറയുന്നത്. It should be a living body. അതിലൊന്നാമത്തേതായി പറയുന്നത് അത് ജീവനുള്ള ശരീരമായിരിക്കണം. There should be life in this body. ഈ മർത്യ ശരീരത്തിനകത്ത് ജീവൻ കുടികൊള്ളണം. And secondly, Paul says it should be a holy body. രണ്ടാമതായി പൗലോസ് അടിവരയിട്ട് പറയുന്നത് അത് വിശുദ്ധമായിരിക്കണം. What does this mean? ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം എന്താണ്? In the Old Testament time, when somebody brings an offering animal, the priest has to examine it and tell this animal is blameless and this is worthy to be sacrificed. പഴയ നിയമ കാലഘട്ടത്തിൽ ഭക്തർ ദൈവത്തിന് സമർപ്പിക്കുവാനായി കൊണ്ടുവരുന്ന യാഗമൃഗത്തെ പുരോഹിതൻ പരിശോധിച്ച് അത് കുറ്റമറ്റതാണെന്നും ഊനമില്ലാത്തതാണെന്നും പരിശോധിച്ചുറപ്പിക്കുമായിരുന്നു. And he should say and certify this is worthy to be sacrificed. അത്തരം പരിശോധനയ്ക്ക് ശേഷം പുരോഹിതൻ പറയും ഇത് യാഗവസ്തുവായി യോഗ്യതയുള്ളതാണ്,
യാഗമർപ്പിക്കുവാൻ യോഗ്യമായ വസ്തുവാണെന്ന്. It should be a blameless animal. അത് കുറ്റമറ്റ ഊനമില്ലാത്തൊരു മൃഗമാണെന്ന് പുരോഹിതൻ സാക്ഷ്യം പറയും. In the New Testament, when we come to the presence of God to worship our living God, offering our bodies, Apostle Paul says it should be holy. പുതിയ നിയമാരാധനയിൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നാം ദൈവത്തെ ആരാധിക്കുവാനായി തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ യാഗവസ്തുവായി നാം സമർപ്പിക്കുന്ന നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അത് വിശുദ്ധമായിരിക്കണം. How does it become holy? അതെങ്ങനെയാണ് ദൈവത്തിന് വിശുദ്ധമായി തീരുന്നത്? By the blood of Jesus. യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ. By the blood of Jesus we are sanctified, we are made righteous, and we have become holy in the presence and the eyes of God. യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു, നാം കുറ്റമില്ലാത്തവരായി, നാം നിഷ്കളങ്കരായി തീർന്നു ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. What can wash my blood away? Nothing but the blood of Jesus. What can wash my blood away? എന്നെ ശുദ്ധീകരിക്കുന്ന രക്തം യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നും തന്നെയല്ല. What in the world can wash my blood? ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എൻ്റെ പാപത്തെ കഴുകുവാൻ പര്യാപ്തമായി ഈ ലോകത്തിൽ എന്താണുള്ളത്? Nothing but the blood of Jesus. യേശുവിന്റെ പുണ്യാഹ രക്തമല്ലാതെ എൻ്റെ പാപത്തിന്റെ കറ കഴുകി കളയുവാൻ ശക്തിമത്തായ ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല. Let me declare once again, nothing can wash your sins away. Nothing but the blood of Jesus. ഇന്ന് പകൽക്കാലം ഞാൻ ഉച്ചൈസ്തരം പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ ഒരു കാര്യം വിളിച്ചു പറയുകയാണ്. നിന്റെ കൊടുംപാപത്തെ ശുദ്ധീകരിക്കുവാൻ, നിന്റെ അകൃത്യങ്ങളെ മോചിക്കുവാൻ യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നും തന്നെ ഈ ഭൂമിയിലില്ല. Your good works will never wash the sins away. നീ ചെയ്തു പോകുന്ന സൽപ്രവർത്തികൾക്കൊന്നും നിന്റെ പാപത്തെ കഴുകുവാൻ പര്യാപ്തമല്ല. Baptism will never wash away your sins. സ്നാനത്തിനൊരിക്കലും നിന്റെ പാപത്തെ കഴുകി കളയുവാൻ സാധ്യമല്ല. Your charity works will never wash away your sins. നീ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിനും നിന്റെ പാപത്തെ കഴുകി കളയുവാൻ സാധ്യമല്ല. Fasting will never wash away your sins. നീ ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഉപവാസത്തിന് പോലും നിന്റെ പാപത്തെ കഴുകി കളയുവാൻ സാധ്യമല്ല. Only by the blood of Jesus your sins will be washed away. യേശുവിന്റെ രക്തത്തിന് ഒന്നും മാത്രമേ നിന്റെ പാപത്തെ കഴുകുവാൻ സാധ്യമുള്ളൂ. That's why another songwriter wrote like this. അതുകൊണ്ടാണ് മറ്റൊരു പാട്ടെഴുത്തുകാരൻ ഇങ്ങനെ പാടിയത്. Are you washed in the blood, in the soul cleansing blood of the Lamb? Only the blood of Jesus can cleanse us from our sins. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മളെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. Dear brother, nothing can wash your sins away. പ്രിയ സഹോദര, നിന്റെ പാപത്തെ കഴുകുവാൻ യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. So every time you come to worship the Lord, make sure that you are washed by the blood of Jesus. And you have become holy to worship Him and call Him Abba Father. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഓരോ തവണ നിങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ പാപക്ഷമ പ്രാപിച്ചവരാണ് നിങ്ങളെന്നും ദൈവത്തിന് വിശുദ്ധവും സുഗ്രാഹ്യവുമായ ഒരു യാഗമാണ് നിങ്ങളെന്ന് നിങ്ങളെ തന്നെ ഉറപ്പുവരുത്തുക. In the Old Testament, the object of sacrifice should be blameless. പഴയ ഉടമ്പടി കാലഘട്ടത്തിൽ അവർ യാഗമർപ്പിക്കുവാൻ കൊണ്ടുവരുന്ന മൃഗമൂലമില്ലാത്തതായിരിക്കണം. In the New Testament time, the object of worship should be holy. പക്ഷേ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗവസ്തു ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം ശരീരമാണ്. അത് ജീവനുള്ളതായിരിക്കണം, വിശുദ്ധമായിരിക്കണം. In the Old Testament time, the priest will declare this is blameless and worthy to be sacrificed. പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിതൻ യാഗവസ്തുവായ മൃഗത്തെ പരിശോധിച്ചുകൊണ്ട് സാക്ഷ്യം നൽകും, ഇത് ഊനമില്ലാത്തതാണ്, യാഗത്തിന് യോഗ്യമാണ് എന്ന്. In the New Testament time, we have a high priest who paid his blood for us and made us holy, and he will declare, you are worthy to worship me. പക്ഷേ പുതിയ നിയമ കാലഘട്ടത്തിൽ പഴയ നിയമക്ഷരത്തിന്റെ പുരോഹിതനേക്കാൾ വലിയ മഹാപുരോഹിതൻ നമുക്കുണ്ട്. തന്റെ സ്വന്തം രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവനെ, നമ്മുടെ പ്രാണനെ അത് വിശുദ്ധമാണെന്നും ഇവൻ യോഗ്യനാണെന്നും നമുക്ക് വേണ്ടി സാക്ഷ്യം
സാക്ഷ്യം പറയുന്ന ഒരു ദൈവം. Who is the high priest that declares that we are holy to worship him? ദൈവത്തെ ആരാധിക്കുവാൻ നാം വിശുദ്ധരാണെന്ന് നമുക്ക് സാക്ഷ്യം പറയുന്ന മഹാപുരോഹിതൻ ആരാണ്? Jesus himself. യേശു കർത്താവ് അത്രേ ആ മഹാപുരോഹിതൻ. He gave his own blood to make us holy. നമ്മെ ശുദ്ധരാക്കേണ്ടതിനു വേണ്ടി, നമ്മെ അവിടത്തേക്ക് വിശുദ്ധമാക്കേണ്ടതിനു വേണ്ടി സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചിന്തിയവൻ. He cleansed us with his own blood. തന്റെ സ്വന്തം രക്തത്താൽ നമ്മെ കഴുകി വെടിപ്പാക്കിയവൻ. He made us as a holy nation. അവിടത്തേക്ക് വേണ്ടി വിശുദ്ധ വംശമാക്കി നമ്മെ തീർത്തവൻ. So Apostle Paul says, dear brothers, when you come to worship God, worship by submitting your bodies as a living and holy sacrifice. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി നിങ്ങൾ തന്നെ സമർപ്പിപ്പീൻ. Every time we come to worship him, be cleansed by the blood of Jesus. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആയുസ്സിന്റെ ഓരോ ദിനങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാനായി തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിന്റെ പുണ്യാഹ രക്തം കൊണ്ട് ഒരിക്കൽ കൂടി കഴുകി വെടിപ്പാക്കിയിട്ട് വേണം നാം തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ. This morning I would like to share a few more things before I close my sermon. എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ The താല്പര്യപ്പെടുന്നു. things what I have taught so far are this. ഇതിനോടകം തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇതാകുന്നു. Worship is always connected with your faith. ആരാധന എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. Sacrifice is an inevitable part of worship. യാഗം എന്ന് പറയുന്നത് ആരാധനയിലെ അവിഭാജ്യമായ ഒരു ഘടകമാകുന്നു. In Christian worship, the object of sacrifice is our own body. ക്രിസ്തീയ ആരാധനയിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗവസ്തു എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ്. And this object of sacrifice has to be cleansed or sanctified by the blood of Jesus. ക്രിസ്തീയ ആരാധനയിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗവസ്തു എന്ന് പറയുന്നത് യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ കഴുകി വെടിപ്പാക്കിയ നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ്. Why we should submit our bodies as a holy and living sacrifice? എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നാം ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗവസ്തുവായ നമ്മുടെ ശരീരം ജീവനും വിശുദ്ധിയുമുള്ളതായിരിക്കേണ്ടത്? Or in other words, why we should live in holiness and keep our body holy? വേറൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വഴിപിഴച്ച ലോകത്തിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കുകയും വിശുദ്ധവും ജീവനും ദൈവത്തിന് പ്രസാദവുമുള്ളതാക്കി തീർക്കേണ്ടത്? Or in other words, why we should live in holiness? വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്? Apostle Paul says, you have to live in holiness. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്. You are a living holy sacrifice unto God. നിങ്ങൾ ദൈവത്തിന് ജീവനുള്ള പ്രസാദമുള്ള സുഗ്രാഹ്യമായ ഒരു യാഗമാണെന്നാണ് പൗലോസ് പറയുന്നത്. Why we have to live in holiness? എന്തുകൊണ്ടാണ് നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന്റെ This ആവശ്യകത? morning I will teach you three reasons why we have to live in holiness. ഇന്ന് പകൽക്കാലം നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ അരക്കിട്ടുറപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. Number 1, അതിലൊന്നാമത്തേത്, we are the temple of God. നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. We are the temple of God. നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. Every child of God is the temple of God. എല്ലാ ദൈവ പൈതലും ദൈവത്തിന്റെ മന്ദിരമാകുന്നു. Because you are the temple of God, the one who is abiding in you is a holy. You have to keep this temple holy. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകൊണ്ടും നിങ്ങളിൽ അധിവസിക്കുന്നവൻ വിശുദ്ധിയിൽ ഭയങ്കരനായതുകൊണ്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിശുദ്ധിയിൽ കഴിക്കുവാൻ നിർബന്ധിതമാക്കപ്പെട്ടവരാണ്. Holiness is not something that you should have when you come to worship God, when you enter into the presence of God. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴോ ദൈവത്തെ ആരാധിക്കുമ്പോഴോ ഇടയ്ക്കൊക്കെ എടുത്തണിയാവുന്ന അടയാഭരണമല്ല വിശുദ്ധി എന്ന് പറയുന്നത്. You are not the temple of God only when you come and worship him. ദൈവത്തെ കടന്നു വന്ന് ആരാധിക്കുമ്പോൾ മാത്രമല്ല നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്നത്. You are the temple of God from the very moment you accepted Jesus into your heart and you have become the child of God. നിങ്ങൾ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത്
യേശുവിനെ രക്ഷിതാവും ഉടയവനും കർത്താവും യജമാനനുമായി ഏറ്റെടുത്ത നിമിഷം മുതൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായി So തീർന്നിരിക്കുന്നു. because you are the temple of God, you should live in holiness. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായി നിങ്ങളെ തന്നെ വേർതിരിച്ചതുകൊണ്ട് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നിർബന്ധിതമാക്കപ്പെട്ടവരാണ്. Secondly, രണ്ടാമതായി, the Spirit of God is abiding in you. ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്നത് നിങ്ങളിലാകുന്നു. The Spirit of God is abiding in you. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു. So not only you are a temple of God, കേവലം ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് മാത്രമല്ല, the Spirit of God is abiding in you. അങ്ങനെയുള്ള നിങ്ങളിൽ കുടികൊള്ളുന്നത് ദൈവത്തിന്റെ ആത്മാവാകുന്നു. The Holy Spirit is abiding in you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വാസം ചെയ്യുന്നു. Because the Spirit that is abiding in you is Holy Spirit. You have to live in holiness. നിങ്ങളിൽ കുടികൊള്ളുന്ന, നിങ്ങളിൽ വാസം ചെയ്യുന്ന ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. And thirdly, മൂന്നാമതായി, you have become the body of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നിരിക്കുന്നു. So you are the temple of God. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. Number two, the Spirit of God is abiding in you. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങളിൽ അധിവസിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. And there is something more that you have to remember. അതിനേക്കാൾ ആഴത്തിൽ ഒരു പരമാർത്ഥം നിങ്ങൾ ഓർമ്മിത്തിരിക്കണം. You are the body of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. You are the body of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. Only head cannot be holy. If the head is holy, the body should also be holy. തലയ്ക്ക് മാത്രം ശുദ്ധമായിരിക്കുവാൻ കഴിയില്ല, മുഴു ശരീരവും പരിശുദ്ധിയിൽ തന്നെ ആയിരിക്കും. Three reasons why you have to live in holiness. ഈ ഭൂമിയിൽ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മൂന്ന് കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. I can give 25 reasons why you have to live in holiness. ഈ വഴിപിഴച്ച ലോകത്തിൽ നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് 25ഓളം കാരണങ്ങൾ ഒരുപക്ഷെ എനിക്ക് പറയുവാൻ കഴിയും. But I think this three is the more important things. 25നേക്കാൾ അധികമായി ഞാൻ ഈ പറഞ്ഞ മൂന്ന് അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. Number one, you are the temple of God. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ മന്ദിരമാകുന്നു. If you are a child of God, you are the temple of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഒരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. Number two, if you are a child of God, the Spirit of God is abiding in you. രണ്ടാമതായി, നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളിൽ അധിവസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാകുന്നു. Number three, if you are taken water baptism, you are united with Christ and you have become the member of the body of Christ. മൂന്നാമതായി, നിങ്ങൾ ജലത്തിൽ ദൈവത്തെ സാക്ഷിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യേശുവിനോട് ചേർന്നുകൊണ്ട് യേശുവിന്റെ ശരീരമായി വിളങ്ങുന്ന വ്യക്തിയാണ്. I can give and quote scriptures after scriptures to prove those things. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഉപോത്ബലകമായി തിരുവെഴുത്തുകളെ ഒന്നിനു പിറകെ ഒന്നായി എനിക്ക് എടുത്തുദ്ധരിക്കുവാൻ കഴിയും. So now you know why you have to live in holiness. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കേണ്ടതെന്ന്. When you live in holiness, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ you can submit your body as a living and holy sacrifice unto the Lord. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കും. So you know, as a Christian, how you have to live in this world. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന്? You have to live as a temple of the Lord. നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ മന്ദിരമായി വിളങ്ങണം. You have to live as an inhabitant of Christ in you. നിങ്ങളിൽ ക്രിസ്തു കുടികൊള്ളുന്നു, കുടികൊള്ളത്തക്കവണ്ണം വിശുദ്ധമായിരിക്കണം നിങ്ങളുടെ ജീവിതം. You have to live as a member of the body of Christ. സഭയാം ശരീരത്തിലെ ഒരു അവയവം എന്ന നിലയ്ക്ക് നിങ്ങളായിരിക്കണം. So every time when you come to the presence of God, അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഓരോ തവണയും നിങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, as long as you live in holiness, നിങ്ങൾ വിശുദ്ധിയിലായിരിക്കുന്നിടത്തോളം കാലം you can submit your bodies as a living sacrifice to God. ദൈവത്തിന് സുഗ്രാഹ്യമായ പ്രസാദമുള്ള ജീവനും വിശുദ്ധവുമായ ഒരു യാഗവസ്തുവായി നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ കഴിയും. And may the Holy Spirit open your eyes to see who you are and live accordingly. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ആരാണെന്നും ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് കാണുവാനും അതിന് യോഗ്യമായ വിധത്തിൽ ജീവിക്കുവാനും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. Shall we stand in the presence of God? ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് Our നിൽക്കാം. loving heavenly Father, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, thank you for that great call upon our life to be the body of Christ in this world. കർത്താവേ, ഈ ലോകത്തിൽ അങ്ങയുടെ ശരീരമായി വിളങ്ങുവാൻ തക്കവണ്ണം വലിയൊരു വിളി ഏഴകളുടെ ജീവിതത്തിൽ അങ്ങ് തന്നതിനായി സ്തോത്രം. Thank you for you have chosen us as the temple of God. കർത്താവേ, ഈ തലമുറയിൽ
അങ്ങയുടെ പരിശുദ്ധ മന്ദിരമായി വിളങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. Thank you for sending the Holy Spirit to abide in us so that we can live in holiness. കർത്താവെ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി ഞങ്ങളെ വലങ്കരം പിടിച്ച് നടത്തുന്ന അങ്ങയുടെ ദയയ്ക്കായി സ്തോത്രം. Thank you for opening our eyes to see who we are and how we have to live in this world. കർത്താവെ, ഞങ്ങൾ ആരാണെന്ന് കാണുവാനും ഈ ലോകത്തിൽ ഞങ്ങളെ വണ്ണം ജീവിക്കണമെന്നും ഞങ്ങളെ അങ്ങ് ബുദ്ധി ഉപദേശിച്ചതിനായി സ്തോത്രം. Thank you for the blood of Jesus who is still powerful to cleanse us and make us holy. കർത്താവെ, ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, ആകായ്മകളെ, അവിശ്വസ്തതകളെല്ലാം കഴുകുവാൻ അങ്ങയുടെ രക്തം ഇന്നും മതിയായതായിരിക്കാൽ സ്തോത്രം. We cling on the blood of Jesus. കർത്താവെ, അങ്ങയുടെ രക്തത്തിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. Wash us day by day. കർത്താവെ, ഓരോ ദിവസവും ഞങ്ങളെ കഴുകി പുതുക്കുമാറാക്കണമേ. Help us to live in holiness. കർത്താവെ, വിശുദ്ധിയിൽ അവസാന ശ്വാസം വരെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Let the world see that we are different from other people. കർത്താവെ, ഞങ്ങളെ കാണുന്ന ലോകം ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയട്ടെ: ഞങ്ങൾ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ഞങ്ങൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവരെന്ന്. In Jesus' name we pray. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടത്തോട് അപേക്ഷിക്കുന്നു. Amen. ആമേൻ.